ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2024 ഒരു ഇന്തോനേഷ്യൻ ഹൊറർ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഇത് ട്രെയിൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതും കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത് ഓടാൻ പോകുന്ന ഒരു ട്രെയിൻ, അതും ഒരു പുതിയ ട്രാക്കിലൂടെ. പക്ഷേ മറ്റൊരു കാര്യം, ആ ഒരു ട്രാക്കിൽ ഒരു 5 തുരങ്കങ്ങളുണ്ട്. അങ്ങനെ ഈ ഒരു ട്രെയിൻ ആണെങ്കിലും ഓരോ തുരങ്കങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലെ ഓരോ ബോഗികളിൽ വെച്ച് മിസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു 4 തുരങ്കങ്ങളിലൂടെ ഈ ഒരു ട്രെയിൻ പാസ് ചെയ്തതിനു ശേഷം എന്താണ് അവിടെ സംഭവിക്കുന്നത്, ഈ ഒരു തുരങ്കത്തിനുള്ളിലെ ഓരോ ബോഗികളായിട്ട് നഷ്ടപ്പെടാൻ കാരണം എന്താണ് എന്നെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു മൂവി. അപ്പൊ ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടാതെ ഒരു ലൈക്കും ഇത്ര മാത്രം മതി. അപ്പൊ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിലെ ഒരു വലിയ മരം ഒരുപാട് പേര് ചേർന്നിട്ട് ഇങ്ങനെ മുറിക്കാണ്. അതും വലിയൊരു കാടിനുള്ളിൽ നിന്നിട്ട്, അത്രയും കൂറ്റൻ മരമാണത്, നല്ല ഉയരമുണ്ട്. ആ ഒരു മരം മുറിച്ചിടുന്നു. അതേപോലെ തന്നെ ഈ ഒരു കാടിന്റെ പല ഭാഗങ്ങളും വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഒരു ടെന്റിനകത്ത് കുറെ പേര് ഇങ്ങനെ സംസാരിക്കാണ്. അപ്പൊ അതിൽ രണ്ടുപേര് വന്നിട്ട്, സാർ നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയ തെറ്റാണ്, ഇതിനുള്ള ശിക്ഷ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം, നിങ്ങൾക്ക് അത് സഹിക്കാൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അയാളെ പെട്ടെന്ന് വെളിയിലേക്ക് കൊണ്ടുവന്ന് തള്ളിയിനെ വിടുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിൽ കാണിക്കുമ്പോൾ ഒരു റെയിൽവേ ട്രാക്കിന്റെ പണി നടക്കാണ്. അത് ഒരു തുരങ്കത്തിനുള്ളിലൂടെയാണ് ആ ഒരു ട്രാക്ക് ഇപ്പോൾ പോകുന്നത്. അപ്പൊ അതിന് വെളിയിലായിട്ട് ഒരുപാട് പേര് നിന്നിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. അങ്ങനെ രാത്രി സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ശരി വാ എന്തായാലും നമുക്ക് ബാക്കി നാളെ നോക്കാന്ന് പറഞ്ഞിട്ട് അതിൽ ഒരുപാട് പേര് അവിടെ നിന്ന് പോകുന്നതും അതിലൊരുത്തം മാത്രം നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് പോകുന്നില്ല. അതേ സമയമാണ് അവന്റെ മുകളിലേക്ക് ഒരു കല്ല് വന്ന് വീഴുന്നത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നും ഒരുത്തൻ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട്, ഹേ ഡാൾട്ടോ, നീ ഇപ്പോഴും പണി നിർത്തിയില്ലേ, വാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കുമ്പോൾ ഡാൾട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരുത്തൻ, ഇന്തോനേഷ്യൻ പേരാണ് കേട്ടോ, അവനിപ്പോ അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അല്ല ഇപ്പൊ നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മുടെ ശമ്പളത്തിൽ നിന്നും നല്ല രീതിയിൽ കുറയും, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ അവനായാലും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഡാൾട്ടോ പറയും, അല്ല നീയും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതും, ഓക്കെ എന്തായാലും രാത്രി വർക്ക് ചെയ്യാന്നും പറഞ്ഞ് അവനും വീണ്ടും ആ ഒരു തുരങ്കത്തിനകത്തേക്ക് തന്നെ കയറി പോവാണ്. അങ്ങനെ അകത്തേക്ക് കയറി പോയവൻ ഒരുപാട് നേരം കഴിഞ്ഞിട്ടും പുറത്തേക്ക് വരുന്നില്ല. അതുമല്ല ഡാൾട്ടോയുടെ അടുത്തേക്ക് ഒരു കല്ല് വന്ന് വീഴുന്നുണ്ട്. ഇനിയിപ്പോ അവൻ പേടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇവൻ പതിയെ ആ ഒരു തുരങ്കത്തിനകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ ആ ഒരു തുരങ്കത്തിനകത്തേക്ക് കയറിപ്പോയ അവന്റെ പേര് പൈമാൻ എന്നാണ്. ഹേയ് പൈമാൻ, നീ അവിടെ ഉണ്ടോ, പൈമാൻ പൈമാൻ അങ്ങനെ ഒരുപാട് തവണ വിളിച്ച് അകത്തൊരു ഭാഗത്തേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മുകളിൽ നിന്നും ഈ ഒരു പാറക്കല്ലുകളുണ്ടല്ലോ അത് താഴേക്ക് വന്നിങ്ങനെ വീഴുന്നു. ഒരെണ്ണമല്ല 2-3 വീഴുന്നുണ്ട്. അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവൻ പതിയെ മുകളിലേക്ക് നോക്കുന്നതും കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാല്, ഓഹോ, കാണിക്കുമ്പോഴത്തേക്കും പൈമാൻ എന്ന് പറഞ്ഞ അവനെ ഒരു പ്രേതം അങ്ങനെ പിടിച്ചു വെച്ചേക്കാണ്. എന്നിട്ട് അവന്റെ ഉള്ളിലൂടെ എന്തൊക്കെയോ ഇങ്ങനെ കയറ്റി വിട്ട് അവനെ കൊല്ലുന്നതും, സത്യം പറയലോ കാണുന്ന നമ്മുടെ ശരീരം വരെ ഇങ്ങനെ വിറച്ചു പോവും. ഫസ്റ്റ് ടൈം എനിക്ക് സംഭവിച്ചു, നിങ്ങൾക്ക് സംഭവിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുമ്പോൾ സങ്കര എന്ന് പറഞ്ഞിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനാണ് കാണിക്കുന്നത്. അതുമല്ല അവിടെയാണെങ്കിലോ എന്തോ ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ ഒരുപാട് പ്രോഗ്രാമും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതുമല്ല 1-2 ബിസിനസ്മാൻമാരെ അവിടെ ഇരുന്ന് സംസാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇവിടെ നിന്നും പുതുതായിട്ട് ഒരു ട്രെയിൻ സങ്കര എന്ന് പറഞ്ഞിട്ട് വലിയൊരു റിസോർട്ടും അതേപോലെ തന്നെ സങ്കര എന്ന് പറഞ്ഞിട്ട് വലിയൊരു റിസോർട്ട് ഉണ്ട്, ഇവർ പുതുതായിട്ട് നിർമ്മിച്ചതാണ്, അവിടേക്ക് യാത്ര പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കാണിക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ക്യാമറമാൻ, അതേപോലെ തന്നെ മറ്റൊരുപാട് പേര്, അതേപോലെ തന്നെ 2 സഹോദരിമാരും ഇതിനകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവർ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ അവിടെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇവർ രണ്ടുപേരും കണ്ടിട്ട് ആ ഒരു സഹോദരി പറയും, ഓക്കെ ഇതാണ് മിനിയേച്ചർ, ഇവിടെ നിന്ന് സങ്കരയിൽ എത്തുമ്പോഴത്തേക്കും ഏകദേശം ഒരു 5 തുരങ്കങ്ങൾ ഇത് കടന്നു പോകും. അതും വലിയ നീളം കൂടിയ തുരങ്കങ്ങളാണ്. കാരണം ഈ വലിയ മലയും കാര്യങ്ങളൊക്കെ തകർത്തിട്ടാണ് ആ ഒരു തുരങ്കം തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ നിന്ന് ആ ഒരു ട്രെയിൻ എന്തായാലും അവിടെ എത്താനായിട്ട് 7 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു മൂത്ത സഹോദരിയെ നമുക്ക് എന്തായാലും സാറാന്നും രണ്ടാമത്തെ ആ ഒരു സഹോദരിയെ നമുക്ക് എന്തായാലും ലിമി എന്നും വിളിക്കാം. ഇവർ രണ്ടുപേരാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻസ്. അപ്പോഴേക്ക് ലിമി പറയുന്നുണ്ട്, ഇതേന്നോ അവിടെ ചെന്നിട്ട് ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ ചാടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും അസുഖം കൂടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജക്കാർത്തയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഈ ഒരു ജക്കാർത്ത എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഇന്തോനേഷ്യയിലെ ഫേമസ് സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫസ്റ്റ് ചാനലിലെ ബോർഡർലെസ് ഫോഗ് എന്ന് പറഞ്ഞ ഒരു സിനിമ ചെയ്തു, അതിലും ജക്കാർത്ത എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം മെയിനായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് കേട്ടോ. അതേസമയം ഇതിനിടയിൽ ജെനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണുന്നുണ്ട്. ഈ ഒരു ഇന്തോനേഷ്യൻ പേര് മാറ്റിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള പേര് കൊടുക്കുക, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്, നിങ്ങൾക്ക് കൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട്. കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു സ്റ്റേഷന്റെ വെളിയിലായിട്ട് കുറെ സ്ത്രീകൾ വന്ന് ഞങ്ങളുടെ ഭർത്താവിനെ തിരികെത്താന്നും പറഞ്ഞിട്ട് എന്തോ സ്ട്രൈക്കെല്ലാം നടത്തുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം കണ്ട് അകത്ത് നിൽക്കുന്ന ജെനി എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ ആയാലും മുഖം പെട്ടെന്ന് മാറ്റുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ, ആ ഒരു ഫ്രഞ്ച് താടിക്കാരൻ, അയാളോട് അടുത്തുള്ള ആ ഒരു നിക്ഷേപകൻ ചോദിക്കുന്നത്, അല്ല എന്തു പറ്റി, എന്താ സ്ത്രീകൾ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇല്ല സാർ അതൊന്നുമില്ല, നിങ്ങൾ ഇവിടെ ഇരിക്കെ, എന്തൊരു നല്ല കാര്യം തുടങ്ങുമ്പോഴും അതിന് മോശമായിട്ടും നല്ലതായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അതിലെന്തെങ്കിലും ആണെന്ന് കൂട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീകളെ
അവിടെ നിന്ന് പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു ട്രെയിൻ ആണെങ്കിൽ ഇവിടേക്ക് വരുന്നു. നമ്മുടെ സാറയും ലിമിയും ആ ഒരു ട്രെയിനിലേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ അവിടെയുള്ള ഒരുത്തന്റെ കയ്യിൽ ക്യാമറ കൊടുത്തിട്ട് ഞങ്ങളുടെ ഫോട്ടോ എന്ന് എടുക്കാൻ പറയും. അപ്പൊ ആ ഒരുത്തന്റെ പേര് ടെക്കൂൻ എന്നാണ്. അവനാണെങ്കിൽ ഈ ഒരു ട്രെയിനിലാണ് വർക്ക് ചെയ്യുന്നത് സെർവന്റ് ആയിട്ട്. അങ്ങനെ സാറയും ലിമിയും അകത്തേക്ക് കയറി പോകുമ്പോൾ സാറ ലിമിയോട് പറയുന്നുണ്ട് അവനെ കാണാനായിട്ട് നല്ല സുന്ദരനായിട്ടുണ്ടല്ലേ എന്നെല്ലാം പറഞ്ഞ് അവനെ സൈറ്റ് അടിച്ച് രണ്ടുപേരും ട്രെയിനിലേക്ക് കയറുന്നു. അപ്പൊ ഇതിനകത്ത് ബിസിനസ് ക്ലാസ്, എക്കണോമിക് ക്ലാസ്, ഇങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഈ ഒരു ട്രെയിനകത്തേക്ക് കയറി അവരുടേതായിട്ടുള്ള ആ ഒരു സീറ്റിലൊക്കെ പോയി ഇരിക്കുകയാണ്. കാണിക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞ്, അതേപോലെ തന്നെ മറ്റൊരുപാട് യാത്രക്കാരുണ്ട്. അതുമല്ല ഈ ഒരു ബിസിനസ് ക്ലാസ്സിലാണെങ്കിലോ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബിസിനസ്മാൻ, പിന്നെ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് പേര്, അവരെല്ലാവരും ഈ ഒരു ബിസിനസ് ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഈ ഒരു ട്രെയിൻ യാത്ര ഒരു ടൂറിസ്റ്റ് പദ്ധതിയും കൂടി ആയിട്ടാണ് ഇവർ നിർമ്മിച്ചിട്ടുള്ളത്. കാരണം കാടിനകത്തൂടെയാണല്ലോ ഈ ഒരു ട്രെയിൻ പോകുന്നത്. സോറി, ലോക്കോ പൈലറ്റ് അല്ല, ഈ ഒരു ട്രെയിൻ കൺട്രോൾ ചെയ്യുന്നത് ഇയാളാണ്. അയാളായാലും എല്ലാവരോടും മൈക്കിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഓക്കെ നമ്മുടെ ആദ്യത്തെ യാത്രയാണ്, എല്ലാവരും അത് നല്ലതുപോലെ തന്നെ ആസ്വദിക്കുക എന്നെല്ലാം പറഞ്ഞ് അനൗൺസ്മെന്റ് ചെയ്ത്, അതേപോലെ തന്നെ ഒരു ക്യാമറമാൻ, പിന്നെ ജെനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, ഇവരെല്ലാവരും അകത്തേക്ക് കയറി അവരുടേതായിട്ടുള്ള സീറ്റിലിരിക്കുന്നു. ആ ഒരു സമയത്താണ് ടെക്കൂൾ നടന്നു വരുമ്പോൾ നമ്മുടെ സാറ് പെട്ടെന്ന് അവനെ നോക്കിയിട്ട് അവൻ വരുന്നു എന്നെ ഇപ്പോൾ നോക്കുമെന്ന് പറയുമ്പോൾ അവനെ നോക്കത്തില്ല. അപ്പോൾ ലിമി പെട്ടെന്ന് ചിരിക്കാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ട്രെയിൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിങ്ങനെ പോവാണ്. ഇനി ഈ ഒരു ട്രെയിൻ പോകാൻ പോകുന്നത് കാടുകൾക്കുള്ളിലൂടെയും അതേപോലെ തന്നെ ആ ഒരു തുരങ്കങ്ങളിലൂടെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് ട്രെയിനകത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. ഹേ ഗായ്സ്, എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ ശങ്കരയിലേക്ക് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം അവരിങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അതേസമയം വേറെ രണ്ടുപേരുണ്ട്. ഇവര് രണ്ടുപേരും ഒളിച്ചോടി വന്നവരാണ്. അപ്പൊ ആ ഒരു പയ്യനാണെങ്കിലോ കുറച്ച് പണക്കാരനായിട്ടുള്ള ഒരു പയ്യനായതുകൊണ്ട് തന്നെ അവന്റെ വീട്ടിൽ നിന്നും ഒരുപാട് പണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണെങ്കിൽ തന്റെ കയ്യിലുള്ള ബാഗിലിരിക്കുകയാണ്. ഇതാരും എടുക്കാതിരിക്കാൻ വേണ്ടി നല്ലപോലെ പേടിച്ച് പുള്ളിക്കാരൻ അത് പിടിച്ചു വെച്ചേക്കാണ്. അതേസമയം ഇവിടെ ജെനി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ കാണിക്കുമ്പോൾ അവരാണെങ്കിൽ എപ്പോഴും നല്ല വിഷമത്തിലിരിക്കുന്നു, എന്തോ ഒരു കാര്യം നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവർ ഈ ഒരു ട്രെയിനിന്റെ വിൻഡോ ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ട ആ ഒരു ജോലിക്കാരില്ലേ അതിലൊരാളിങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പൊ ഇവർക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ജെനി ആയാലും ഇത് കണ്ടിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ഓടി അയാളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ഒരു ഡോറ് തുറന്ന് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും അയാൾ അവിടെ കാണാനില്ല. കാണിക്കുമ്പോൾ അടുത്തൊരു മുറിയിൽ അയാൾ വന്നിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു ഡോറ് തുറന്നു വന്നിട്ട് അവിടേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെയും അയാളെ കാണാനില്ല. കാണിക്കുമ്പോൾ അത് ഈ ഒരു കിച്ചൺ ഭാഗമാണ്, ഇവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കണമല്ലോ. അവിടെയാണ് നമ്മുടെ ക്യാമറമാൻ, പിന്നെ വേറൊരു പെണ്ണ്, പിന്നെ ഒരു സെർവന്റ് ആയിട്ടുള്ള ഒരു ലേഡി, ഇവരെല്ലാവരും ഉള്ളത്. അങ്ങനെ ജെനി ആയാലും വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇവിടെ മുഖത്ത് ചെറിയ മുറിവൊക്കെ പറ്റിയിട്ട് ഒരു ജോലിക്കാരുടെ വസ്ത്രം ധരിച്ച് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നിങ്ങനെ പറയാണ്. ആ ഒരു സമയത്താണ് ഇവിടെ അകത്തിരിക്കുന്ന ആ ഒരു ക്യാമറമാൻ ഉണ്ടല്ലോ അവനിപ്പോ അവന്റെ ലാപ്ടോപ്പില് ആരെയെ പറ്റി ഇങ്ങനെ എന്തൊക്കെയോ എഴുതുന്നുണ്ട്. അത് ഈ ഒരു ബിസിനസ്മാന്റെ കൂടെയുള്ള ആ ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ അയാളെ പറ്റിയാണ് എഴുതുന്നത്. ആ ഒരു കാര്യം ജെനി നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജെനി പറയും, അല്ല എനിക്ക് അവരോട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു റൂമിനടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ആ ഒരു ലേഡി പറയും, സോറി മാഡം, അവിടേക്ക് പോകാൻ കഴിയത്തില്ല, അത് ബിസിനസ് ക്ലാസ് ആണ്, അവിടേക്ക് ഒരിക്കലും പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് അവരെ തടയും. അതേസമയം ജെയിംസ് എന്ന് പറഞ്ഞ ആ ഒരു ബിസിനസ്മാനോട് ആ ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ അവൻ പെട്ടെന്ന് ചോദിക്കും, അല്ല നമ്മൾ സ്റ്റേഷനിൽ നിന്നപ്പോൾ കുറെ സ്ത്രീകൾ വന്ന് കരയുന്നുണ്ടായിരുന്നല്ലോ, എന്താ സംഭവം ചോദിക്കുമ്പോഴത്തേക്കും ഇനിയിപ്പോ നമ്മൾ ചെയ്ത ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത്രയും പേര് ഇൻവെസ്റ്റ് ചെയ്തേക്കാണ് ഇതിലേക്ക്, അതെല്ലാം വെറുതെ ആവും, അവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടുമെന്നെല്ലാം പറയുമ്പോൾ ജെയിംസ് പറയും, ഇല്ല സാർ, പേടിക്കാനൊന്നുമില്ല, അത് ജോലിയിലുണ്ടായിരുന്ന ഒരുപാട് പേരെ പിരിച്ചു വിട്ടു, അതിന്റെ ഒരു പ്രതിഷേധം മാത്രമാണ്, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ജെയിംസ് അവനെ സമാധാനിപ്പിക്കുകയാണ്. കാരണം കോടിക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഇതിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മുടെ സാറേനെ ലിമീനെ കാണിക്കുമ്പോൾ സാറയുടെ കയ്യിൽ ഒരു ഡയറി ഉണ്ട്, അതിൽ അവൾ എന്തൊക്കെ എപ്പോഴും എഴുതുന്നുണ്ട്. അപ്പോൾ ലിമി ചോദിക്കും, ഇതെന്താണെന്ന് എനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതിന്റെ അവസാനം ഞാൻ എന്തായാലും നിനക്ക് കാണിച്ചു തരാം, അതുവരെ നീ ഇത് കാണണ്ട എന്നിങ്ങനെ പറയുമ്പോൾ ലിമി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ട്രെയിനിന് വെളിയിലൂടെ ഒരു കാക്ക നല്ല വേഗതയിൽ ഇങ്ങനെ പറക്കുന്നു. ഇത് ലിമി മാത്രം കാണുകയാണ്. അതുമല്ല ഒരുപാട് നേരമായിട്ട് ആ ഒരു കാക്ക പറന്നുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് ഈ ഒരു വിൻഡോയിലേക്ക് വന്ന് ഇരിക്കുന്നതും ലിമി അങ്ങ് പേടിച്ചു പോകും. എന്നിട്ട് പറയും, ഇല്ല, വെളിയിലൊരു പക്ഷി പറക്കുന്നത് ഞാൻ കണ്ടെന്ന് പറയുമ്പോൾ സാറ പറയും, ഓക്കെ നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സാറ നേരെ ബാത്റൂമിനടുത്തേക്ക് ഇങ്ങനെ പോവാണ്. ആ ഒരു സമയത്ത് ഇവർ നിൽക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിലാണെങ്കിൽ ഒരുപാട് പേര് ബാത്റൂമിലേക്ക് പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അതുകൊണ്ട് അവൾ അടുത്തൊരു കമ്പാർട്ട്മെന്റിലേക്ക് കയറി അതിനകത്തേക്ക് ഇങ്ങനെ കയറും. ആ ഒരു സമയത്താണ് നമ്മുടെ ലിമി സാറയുടെ ആ ഒരു ഡയറി എടുത്ത് ഇങ്ങനെ വായിക്കുന്നത്. നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ അവൾ വയ്യാതെ കിടന്നപ്പോൾ അവിടെ വെച്ചെടുത്ത ഒരുപാട് ചിത്രങ്ങൾ ഇതെല്ലാം ഇങ്ങനെ കാണുകയാണ്. അതേസമയം സാറയാണെങ്കിലോ ബാത്റൂമിലേക്ക് കയറി നിന്നിട്ട് നല്ലതുപോലെ ഛർദ്ദിക്കുന്നു. അങ്ങനെ ഛർദ്ദിച്ച് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഇവള് കുനിയുമ്പോഴത്തേക്കും ആ ഒരു കണ്ണാടിയിൽ ഏതോ ഒരു ഗോസിനെ കാണുകയാണ്. ഇതിനു മുന്നേ ആ ഒരു തുരങ്കത്തിനകത്ത് ഒരു പ്രേതം പിടിച്ച് കൊന്നല്ലോ ആ ഒരുത്തിന്റെ പ്രേതം. പക്ഷെ അവൾ അത് കാണുന്നില്ല. അവള് വീണ്ടും ഛർദ്ദിച്ചിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അതേസമയം വെളിയിലെ ഈ ഒരു ട്രെയിനെ കാണിക്കുമ്പോൾ ഇപ്പൊ ഈ ഒരു ട്രെയിൻ 1ാമത്തെ തുരങ്കത്തിനകത്തേക്ക് കയറുകയാണ്. അങ്ങനെ ഈ ഒരു തുരങ്കത്തിനകത്തേക്ക് ഈ ഒരു ട്രെയിൻ കയറിയതും പെട്ടെന്ന് കാണിക്കുമ്പോഴത്തേക്കും ഒരു അമ്മയും കുഞ്ഞും ഉണ്ടല്ലോ
അതിൽ ആ ഒരു കുട്ടിയാണെങ്കിൽ എന്തോ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. അതേസമയം ഈ ഒരു ട്രെയിനിന്റെ പ്രധാന ഒരു ഇൻചാർജർ അയാൾ എന്തായാലും നമുക്ക് പീറ്റർ എന്ന് വിളിക്കാം. അപ്പോൾ പീറ്റർ ആണെങ്കിലോ ഇതിനകത്ത് കിടക്കുന്ന ഓരോ ബോഗിയിൽ നടക്കുന്ന കാര്യങ്ങൾ ക്യാമറയിലൂടെ കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് ഒരു ബോഗിയിലെ അതിന്റെ ആ ഒരു ഡോർ ആരോ പിടിച്ചിട്ട് അടയ്ക്കുന്നു തുറക്കുന്നു അടയ്ക്കുന്നു തുറക്കുന്നു, അതുപോലെ റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേക്കും ഒരു ഹെൽപ്പറിനെ വിളിച്ച് പീറ്റർ പറയും, ഡോൺ നീ എന്തായാലും അവിടേക്ക് ഒന്ന് പോയി നോക്ക്, എന്താണ് പ്രശ്നം നോക്ക് എന്നും പറഞ്ഞ് അവനെ ഇങ്ങനെ പറഞ്ഞു വിടും. അതേസമയം ഈ ഒരു അമ്മയും കുട്ടിയുടെ അടുത്ത് അതേസമയം ആ ഒരു ചെറിയ പെൺകുട്ടി അവൾ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മുടെ ലീമി കുറെ നേരമായി സാറ പോയിട്ട് അവൾ വരാത്തത് കൊണ്ട് തന്നെ ഫോൺ എടുത്ത് വിളിച്ചു നോക്കുമ്പോഴത്തേക്കും സിഗ്നൽ കിട്ടുന്നില്ല. അതുകൊണ്ട് ലീമി അവളിൽ നിന്ന് എഴുന്നേറ്റ് മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇതിനകത്തുള്ള ഈ ലൈറ്റുകളുണ്ടല്ലോ അത് പ്രത്യേക രീതിയിൽ കത്തുകണയെല്ലാം ചെയ്യുന്നു. എന്ത് സംഭവിച്ചെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവൾ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നതും ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ അടുത്ത് കാണിക്കുമ്പോൾ ഇപ്പൊ വിൻഡോയുടെ വെളിയിലൂടെ മറ്റൊരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് പോലെ ഇവൾ അത് പ്രത്യേകം കാണുന്നില്ല. അതേസമയം പുറയിലൂടെ നോക്കുമ്പോൾ ആ ഒരു ഡോറിന് വെളിയിൽ ഒരു ചെറിയ പെൺകുട്ടി ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ട് ഈ ഒരു പെൺകുട്ടി അവൾ ഇങ്ങനെ കൈകാട്ടി വിളിക്കുമ്പോഴത്തേക്കും ഇയാളായാലും ഓടി അടുത്തേക്ക് ഇങ്ങനെ ചെല്ലാണ്. അങ്ങനെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് ആ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഈ ഡോർ തുറന്ന് ഇപ്പുറത്തേക്ക് വരാനായിട്ട് ഇങ്ങനെ പറയും. പക്ഷെ ഇവള് കുറെ നേരം നോക്കി നിന്നിട്ട് ഒന്നും ചെയ്യത്തില്ല. അങ്ങനെ ഇയാൾ പുറകിലേക്ക് നടന്നു വരുന്നതും കാണിക്കുമ്പോ അതിന്റെ മുന്നിലൂടെ മറ്റൊരു പ്രേത പെൺകുട്ടി നടന്നിങ്ങനെ പോകുന്നതും ഇത് കണ്ട് പെട്ടെന്ന് താഴേക്കൊന്ന് വീഴും. എന്നിട്ട് ആ ഒരു പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കാണ് പേടിച്ച്. അതേസമയം തന്നെ നമ്മുടെ ലിമി ആണെങ്കിലോ ഈ ഒരു കമ്പാർട്ട്മെന്റ് തുറന്ന് അടുത്തൊരു കമ്പാർട്ട്മെന്റിലേക്ക് കയറി കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ചെറിയ പെൺകുട്ടിയുടെ അടുത്ത് ആ ഒരു ഡോറിന് വെളിയിൽ ഒരു പ്രേതം അങ്ങനെ നിൽക്കുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് നോക്കാനായിട്ട് ഒരുത്തം വന്നിരുന്നല്ലോ. അവൻ വന്നിട്ട് ഇപ്പോ അവനും ആ ഒരു കാര്യം കാണുന്നു. കണ്ട് അലറി ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു കമ്പാർട്ട്മെന്റിന്റെ ആ ഒരു ലോക്ക് സിസ്റ്റം അത് തന്നെ വിട്ട് ഈ ഒരു കമ്പാർട്ട്മെന്റ് മാത്രം ആ ഒരു തുരങ്കത്തിനകത്ത് പെട്ടുപോവാണ്. അങ്ങനെ ബാക്കി ഭാഗം മുന്നിലേക്ക് പോവുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ട്രെയിനിന്റെ ബാക്കി ഭാഗം മുന്നിലേക്ക് പോയി അവസാന കമ്പാർട്ട്മെന്റ് മാത്രം ആ ഒരു തുരങ്കത്തിനകത്തായി. അതേസമയം നമ്മുടെ ലിമി ഈ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. അവളിപ്പോ സാറയെ ഇങ്ങനെ വിളിക്കാണ്. അപ്പൊ സാറയായാലും പെട്ടെന്ന് ഡോർ തുറന്ന് വന്നിട്ട് എന്തോ ചെയ്യുന്ന ചോദിക്കുമ്പോൾ അല്ല ഒരുപാട് നേരമായില്ലേ നീ പോയിട്ട്, ഓക്കെ ഇപ്പൊ ഞാൻ എന്തായാലും വന്നല്ലോ നമുക്ക് പോവാന്ന് പറഞ്ഞ് സാറ പുറകിലേക്ക് നോക്കുന്നതും ഈ ഒരു ട്രെയിനിന്റെ ആ ഒരു കമ്പാർട്ട്മെന്റ് അതവിടെ കാണാനില്ല. ഇത് കണ്ട് ലിമിയോട് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. അതുകൊണ്ട് രണ്ടുപേരും പെട്ടെന്ന് അടുത്തൊരു കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിട്ട് നേരെ ടെക്കൂൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ഇങ്ങനെ വിളിക്കാണ്. അപ്പൊ അവൻ വന്ന് കാര്യം എന്താണെന്ന് തിരക്കുമ്പോഴത്തേക്കാണ് ഇതുപോലെ 5ാമത്തെ കാറ് കാണാനില്ല. കാരണം ഈ ഒരു കമ്പാർട്ട്മെന്റിന്റെ കാറെന്നും പറയും. അല്ല കാണാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ അർത്ഥം വെക്കുന്നേ? ഇത് അങ്ങോട്ട് നോക്കണം മരത്തലയാന്ന് പറയുന്നതും. അവൻ നോക്കുമ്പോ 5ാമത്തെ ആ ഒരു കാറ് കാണാനില്ല. അങ്ങനെ ഇവരായാലും ഓടി വന്ന് അവിടെ ലോക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് സാർ എനിക്ക് അവിടുത്തെ ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവൻ പറയും ഇല്ല സാർ നിങ്ങൾ മുന്നിലത്തെ ടോയ്ലറ്റ് യൂസ് ചെയ്തോ, ഇത് കേടായിരിക്കാണ് എന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് 5ാമത്തെ ആ ഒരു കാർ കാണാനില്ല എന്നുള്ള കാര്യം അയാൾ മനസ്സിലാക്കിയിട്ട് അല്ല 5ാമത്തെ കാർ എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുന്നതും ഈ ഒരു കാറിലുള്ള എല്ലാവരും എഴുന്നേറ്റ് എന്ത് കാണാനില്ലേ എന്നും പറഞ്ഞ് എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പേടിക്കും. അപ്പോഴാണ് ടെക്കൂൺ അവരോട് പറയുന്നത് ഇല്ല സാർ ആരും പേടിക്കണ്ട, ഒരു ചെറിയ തകരാറ് മാത്രം. അതുകൊണ്ട് ആ ഒരു തുരങ്കത്തിനകത്ത് എന്തായാലും നമ്മുടെ ആ ഒരു കാറുണ്ട്. സുരക്ഷാ ജീവനക്കാർ എത്രയും പെട്ടെന്ന് അവിടേക്ക് വന്ന ആ ഒരു പ്രശ്നമെല്ലാം പരിഹരിച്ച് നമ്മൾ ആ ഒരു റിസോർട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇത് കേട്ട യാത്രക്കാര് ഓ അത്രേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് എല്ലാവരും സമാധാനപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇവൻ നടന്ന അടുത്ത കാറിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെയുള്ള ആ ഒരു ക്യാമറമാൻ പെട്ടെന്ന് അവനെ വിളിച്ചിട്ട് ഹേയ് നീ പറഞ്ഞത് ഇപ്പൊ കള്ളമല്ലേ? അല്ല സാർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കമ്പാർട്ട്മെന്റ് കാണാതായിട്ടൊന്നുമില്ല, അത് ആ ഒരു തുരങ്കത്തിലുണ്ട്, ചെറിയ തകരാറ് മാത്രം, വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ക്യാമറാമാൻ പറയും റെയിൽവേ ടെസ്റ്റ് എല്ലാം നടത്തിയിട്ട് പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? സാർ പരിശോധന നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവൂ? ഒരിക്കലുമില്ല, അതുകൊണ്ട് പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല എന്നും പറഞ്ഞ് അവൻ ഈ ഒരു കാര്യം ആ ഒരു ബിസിനസ്സുകാരനോട് പറയാനായിട്ട് ഇങ്ങനെ പോവാണ്. അതേസമയം ഇവരെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാറ ലിമിയോട് പറയുന്നത് ലിമി നീ ഇവിടെ തന്നെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞ അവളും ടെക്കുവിന്റെ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നതും ലിമിക്ക് ഇപ്പോ ആരുടെ കയ്യിൽ നിന്ന് ഒരു ഫോൺ വരാണ്. എടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും അത് സാറയെ ചികിത്സിക്കുന്ന ആ ഒരു ഡോക്ടർ ആയിരുന്നു. ഇപ്പൊ ആ ഒരു ഡോക്ടർ പറയും അല്ല സാറേ ഞാൻ വിളിച്ചിട്ട് 2 ആഴ്ചയായി, അവള് റിപ്ലൈ പോലും തരുന്നില്ല, നിങ്ങളുടെ അച്ഛന്റെ കയ്യിൽ നിന്നാണ് നിന്റെ നമ്പർ ഞാൻ വാങ്ങിയത്, അല്ല അവൾ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോ അല്ല ഡോക്ടർ എന്താ എന്തു പറ്റി, ചികിത്സയെല്ലാം കഴിഞ്ഞതല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ആ ഒരു ഡോക്ടർ പറയുന്നത് അവളുടെ കരൾ ശസ്ത്രക്രിയ അതൊരിക്കലും വിജയിച്ചിരുന്നില്ല, അതുകൊണ്ട് ഇനി കുറച്ച് നാളുകൾ കൂടി മാത്രമേ അവൾക്ക് ജീവനോടെ ഇരിക്കാൻ കഴിയത്തുള്ളൂ, ഉടനെ തന്നെ ഒരു ചെക്കപ്പ് നടത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നത് സാറ ഇതുവരെയും ചികിത്സയിൽ നിന്നും ഭേദമായിട്ടില്ല, അവൾ ഉടനെ തന്നെ മരിക്കും, കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം അവള് ലിമിയിൽ നിന്നും മറയ്ക്കുമായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സാറ നേരെ ലിമിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ലിമി ഈ ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പോഴാണ് അവൾ പറയുന്നത് പിന്നെ എപ്പോഴും മരുന്നെല്ലാം കഴിച്ച് ഒരിടത്ത് തന്നെ ചുരുണ്ടുകൂടി കിടക്കാനാണോ എന്നെ കൊണ്ട് കഴിയത്തില്ല, ഇനി എനിക്ക് കുറച്ച് നാളുകൾ കൂടി മാത്രമേ ഉള്ളൂ, അതെനിക്ക് ആഘോഷിക്കണം, കുറച്ചെങ്കിലും നല്ലതായിട്ട് ജീവിച്ച് മരിക്കണം, അതിനു വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴത്തേക്കും ലിമി അപ്പോഴും പറയുന്നുണ്ടില്ല നീ മരുന്നൊക്കെ കഴിച്ച് ആ ഒരു ചികിത്സ നടത്തിയാലേ എനിക്ക് നിന്നെ വീണ്ടും കാണാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം പറഞ്ഞ് അവളും കരയുമ്പോൾ വേറെ വഴിയില്ല, സാറ് ഇഷ്ടമുള്ളതുപോലെ ചെയ്തേ പറ്റൂ. അതേസമയം ടെക്കൂൺ അവൻ പതിയെ നടന്ന്
ആ ഒരു ഇലക്ട്രിക് സെക്ഷൻ ഉണ്ട്. അവിടേക്ക് ചെന്ന് ആ ഒരു ബോക്സ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിനകത്താകെ പായൽ ഒഴിച്ചിരിക്കുന്നു. അതുമല്ല എന്തൊക്കെയോ ലിക്വിഡ് എല്ലാം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. എന്താണെന്ന് അവൻ അറിയത്തില്ല. അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് അവൻ ആ ഒരു ജനാലയുടെ വശത്തേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അതിലെ ഗ്ലാസ്സില് ഇവന്റെ അടുത്തായിട്ട് ആ ഒരു പ്രേതങ്ങൾ നിൽക്കുന്നത് പോലെ. ഇവൻ പെട്ടെന്ന് അടുത്തേക്ക് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. വീണ്ടും ആ ഒരു ഗ്ലാസ്സിൽ നോക്കുമ്പോഴത്തേക്കും പ്രേതങ്ങളുണ്ട്. പിന്നെ നോക്കുമ്പോഴത്തേക്കും ആരെയും കാണുന്നില്ല. അപ്പോഴേക്കാണ് പീറ്റർ എന്ന് പറഞ്ഞ ആ ഒരാൾ ഇവിടേക്ക് വന്നിട്ട് ഇനി ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഒരു ഇലക്ട്രിക് സെക്ഷൻ ആ ഒരു ബോക്സ് അത് നോക്കാൻ വേണ്ടിയിട്ട് എമർജൻസി സർവീസിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അതെല്ലാം കേടായിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും വെറുതെ മണ്ടത്തരം പറയാതെ. ഇല്ല സാർ, 5ാമത്തെ കാർ നഷ്ടമായി. അതില്ലാന്ന് പറയുമ്പോൾ അയാൾ പറയും ടെക്കോൺ, ഇതൊരിക്കലും സാധ്യമല്ല. ഒരു കാർ വേർതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. അതില്ലാതെ പെട്ടെന്നൊരു കാർ വേർതിരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെ സാർ, 5ാമത്തെ കാർ ഇപ്പൊ കാണാനില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും പീറ്റർ പറയും ഓക്കെ ടെക്കോൺ, ഇത് കേൾക്ക്. ഇപ്പോ ബിസിനസ് ക്ലാസ്സിലുള്ള ആരും ഈ ഒരു കാര്യങ്ങളൊന്നും അറിയരുത്. എല്ലാവരോടും സാധാരണയായിട്ട് പെരുമാറണം. അതുമല്ല ജെയിംസ് ആണെങ്കിൽ ഈ ഒരു കാര്യം ഒട്ടും അറിയരുത്. നമ്മൾക്ക് എമർജൻസി സർവീസിനെ ഉടനെ തന്നെ വിളിക്കാം. നീ സാധാരണ പോലെ തന്നെ നടക്കാൻ പറയുമ്പോൾ അവനായാലും പതിയെ ആരും അറിയാത്ത രീതിയിൽ സാധാരണ രീതിയിൽ നടന്നിട്ട് ഒരിടത്തേക്ക് വന്ന് ആശ്വാസപ്പെട്ടിട്ടാണ് നേരെ നമ്മുടെ സാറിയോടും ലിമിയോടും പറയുന്നത് ആരും പേടിക്കണ്ട, സ്റ്റേഷനിൽ നിന്ന് ജീവനക്കാർ ഉടനെ തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നോക്കി നമ്മളോടൊപ്പം എത്രയും പെട്ടെന്ന് അവരെ റിസോർട്ടിലേക്ക് എത്തിക്കും എന്നും പറഞ്ഞിട്ട് ഇവരെ അടുത്തുള്ള 4ാമത്തെ ആ ഒരു കമ്പാർട്ട്മെന്റിലേക്ക് പറഞ്ഞുവിടാണ്. അതേസമയം വീണ്ടും ഈ ഒരു ട്രെയിൻ അടുത്ത ഒരു ടണലിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ആരോ ചിരിക്കുന്നൊരു ശബ്ദം. എല്ലാവരും പേടിച്ച് പുറകിലേക്ക് നിൽക്കുമ്പോൾ ഒരു പെണ്ണ് ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കാണ്, കിക്കി കിക്കി എന്ന് പറഞ്ഞിട്ട്. അത് 3ാമത്തെ ആ ഒരു കാറില്. അത് കഴിഞ്ഞ് 4ാമത്തെ കാറിൽ കാണിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പേരിരുന്ന് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ പാട്ട് പാടുന്ന സമയത്ത് പെട്ടെന്ന് അതിലൊരുത്തന്റെ കഴുത്തിൽ പിടിച്ച് അവനെ പെട്ടെന്ന് താഴേക്കിനെ കൊണ്ടുവരികയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരു ടണലിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേക്കും ആ ഒരു പ്രേതങ്ങള് ഈ ഒരു കാറിലും കയറിയിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തുള്ള ഓരോരുത്തരുടെ ശരീരത്തും ആ ഒരു പ്രേതം കയറി നിങ്ങൾ എല്ലാവരും രക്ഷപ്പെടാന്ന് ഒരിക്കലും കരുതരുത്, വരാനിരിക്കുന്ന ശിക്ഷ അത് വലുതാണെന്നും പറഞ്ഞ് ഓരോരുത്തരായിട്ട് ആ ഒരു പ്രേതങ്ങളെ പിടിച്ച് അറ്റാക്ക് ചെയ്ത് എല്ലാവരെയും കൊല്ലാൻ തുടങ്ങുന്നു. അതേ സമയം നമ്മുടെ ക്യാമറമാനും ഈ ഒരു കാറിലാണുള്ളത്. അവനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ മുകളിലൂടെ ആ ഒരു ഗോസ്റ്റ് അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു വരികയാണ്. ഇതവൻ ക്യാമറ കൊണ്ട് ഇങ്ങനെ 1-2 തവണ ഫോട്ടോ എടുക്കുന്നുണ്ട്. കാണിക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രേതം മുകളിലൂടെ പതിയെ ഇവരുടെ അടുത്ത് ഇങ്ങനെ വരുന്നു. എല്ലാവരും പേടിച്ചു നിൽക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രേതം നമ്മുടെ ക്യാമറമാനെ നോക്കി എന്തോ കാണിക്കുന്നതും അവന്റെ മുഖത്ത് നിന്നും വേരും മറ്റു കാര്യങ്ങളെല്ലാം വെളിയിലേക്ക് ഇറങ്ങി അവനിങ്ങനെ മരിക്കുന്നതും ഇപ്പൊ കാണിക്കുമ്പോൾ നമ്മുടെ ലിമി അവൾ നിൽക്കുന്ന 3ാമത്തെ കാറിൽ നിന്നും 4ാമത്തെ കാറിൽ ഇങ്ങനെ തുറക്കാനായിട്ട് വരുമ്പോൾ അതിനകത്ത് ആ ഒരു പ്രേതം എല്ലാവരെയും കൊല്ലാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട അവൾ പെട്ടെന്ന് ഇവരെ വിളിച്ച് കാണിക്കുമ്പോൾ അതിനു മുന്നേ തന്നെ ഈ ഒരു ട്രെയിൻ ആ ഒരു തുരങ്കം കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ 4ാമത്തെ കമ്പാർട്ട്മെന്റ് അതിനകത്തായിപ്പോയി. അങ്ങനെ ഇത് കണ്ട് നമ്മുടെ ലിമി നേരെ അകത്തേക്ക് വന്നിട്ട് ഈ ഒരു കാര്യം പറഞ്ഞിങ്ങനെ കരയുമ്പോൾ സാറ് വന്ന് ചോദിക്കുന്നുണ്ട് എന്താ നീ കണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവരൊരിക്കലും മനുഷ്യരല്ല, അതെന്തോ ജീവികളാണ് എന്നെല്ലാം അവളിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ആ ഒരു ബിസിനസ്മാനും പിന്നെ ആ ഒരു ഇൻവെസ്റ്റർ ഉണ്ടല്ലോ, ഇവര് രണ്ടുപേരും ഈ ഒരു ശബ്ദമെല്ലാം കേട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഇവരും ആ ഒരു കാറുകൾ കാണാനില്ല എന്നുള്ള കാര്യം ഇങ്ങനെ മനസ്സിലാക്കും. അങ്ങനെ ഇവരവിടേക്ക് വന്നിട്ട് ആ ഒരു ഇൻവെസ്റ്റർ സാർ എന്താണ് ഇതെല്ലാം, ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ബിസിനസ്മാൻ ആയിട്ടുള്ള ജെയിംസ് പറയും ഇല്ല സാർ, ഇതെല്ലാം ഒരു സാങ്കേതിക തകരാറ് മാത്രമാണ്, അവരെല്ലാവരും സേഫ് ആയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്താണ് ഇതിനകത്തുള്ള ജെനി പെട്ടെന്ന് പറയുന്നത് ഇതിനെല്ലാം കാരണം ആ ഒരു തുരങ്കമാണ്, ഇതൊരു സാങ്കേതിക പ്രശ്നമല്ല എന്നിങ്ങനെ പറയുന്നതും. അപ്പോഴേക്കും ജെയിംസ് പറയും ഇതെന്തോ മണ്ടത്തരാണെന്ന് നോക്ക്, ഇതുപോലുള്ള സ്ത്രീകള് ചെറിയ പ്രശ്നങ്ങൾ വെറുതെ വലുതാക്കാണ്, ഇതെല്ലാം വെറുതെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്, എല്ലാം വളരെ സേഫാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിമി എഴുന്നേറ്റിട്ട് പറയുമില്ല ഞാൻ കണ്ടതാണ്, അവരെല്ലാവരും കാറിന്റെ നടുവിലായിട്ട് ഒത്തുചേർന്നു എന്നിങ്ങനെ പറയുമ്പോൾ അപ്പൊ നീ മാത്രമേ കണ്ടുള്ളൂ, വെറുതെ അന്ധവിശ്വാസം ഇല്ലാതെ ഒരുപാട് കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ. സാർ ഒരു കുഴപ്പമില്ല, ആ കാറുകളെല്ലാം അവിടെ സേഫാണ് അല്ലേ ടെക്കോൺ? അതെ, സ്റ്റേഷനിൽ നിന്നും ആളുകളെല്ലാം അവിടേക്ക് വരുന്നുണ്ട്, എന്നിട്ട് നമ്മൾ അങ്ങ് എത്തുമ്പോഴത്തേക്കും റിസോർട്ടിലേക്ക് ബാക്കിയുള്ള എല്ലാവരെയും എത്തിക്കും എന്നും പറഞ്ഞിട്ട് ജെയിംസ് ആ ഒരു ബിസിനസ് ക്ലാസ്സിലേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു ചെയറിലെ ഈ പായലെല്ലാം പിടിച്ചിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവനെ അറിയത്തില്ല. അത് കഴിഞ്ഞ് പീറ്റർ എന്ന് പറഞ്ഞ അയാളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത് സാർ ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, അതുപോലെ ആ ഒരു കാറിലുള്ളവരായിട്ട് ആശയവിനിമയം നടത്താൻ വേണ്ടി സിഗ്നലും കിട്ടുന്നില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ജെയിംസ് പറയും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് റിസോർട്ടിലേക്ക് എത്തുന്നു, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആളുകളെ സഹായത്തിന് വേണ്ടി ഇവിടേക്ക് പറഞ്ഞയക്കാം, അതാണിപ്പോ ചെയ്യേണ്ടത്. ബിസിനസ് ക്ലാസ്സിലുള്ള ആരും ഈ ഒരു കാര്യം അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. ഒരു പക്ഷേ ഇത് ട്രെയിനിന്റെ പ്രശ്നമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ എനിക്കെതിരെ കേസ് കൊടുക്കും, അതുമല്ല നമ്മൾ ബാക്കിയുള്ള എല്ലാവരെയും രക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് കൊണ്ടുവന്നവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞ് നമുക്കെതിരെ പരാതി കൊടുക്കാതെ എല്ലാവരെയും നമുക്ക് കയ്യിലാക്കാം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും പീറ്റർ പെട്ടെന്ന് സാർ ഇതൊന്നും നോക്കെന്നും പറഞ്ഞിട്ട് ആ ഒരു ലാപ്ടോപ്പ് കാണിക്കുമ്പോൾ അതിനകത്ത് ആ ഒരു കാറിലെ ഒരു പ്രേതം നിൽക്കുന്നതായിട്ട് ഇങ്ങനെ കാണും. സാർ ഇതെല്ലാം സത്യമാണ്, ഒരുപക്ഷെ ഈ ഒരു CCTV ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തേക്ക്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ ആരും ഒന്നും അറിയണ്ട. അതുമല്ല ഇക്കണോമി ക്ലാസ്സിലെ ഒരു സ്ത്രീയുണ്ട്, അവള് വെറുതെ നിന്ന് ഈ ഒരു കാര്യങ്ങളിൽ എല്ലാവരിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കാണ്, അവളെ ഒന്ന് നോക്കിക്കോണം,
കാരണം ഇൻവെസ്റ്റർമാരാണ് നമുക്ക് ആവശ്യം, അവർക്കൊരു കുഴപ്പം സംഭവിക്കരുത്. അപ്പോഴേക്കും പീറ്റർ നേരെയും ഇവരുള്ള മൂന്നാമത്തെ ആ ഒരു കാറിലേക്ക് വരുമ്പോഴത്തേക്കാണ് അതിനകത്ത് ആ ഒരു ഇൻവെസ്റ്റർ നിന്നിട്ട് എല്ലാവരോടും ക്ഷമ ചോദിക്കാണ്. സോറി, നിങ്ങൾ എല്ലാവരോടും നടന്ന കാര്യങ്ങൾക്കെല്ലാം, അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും VIP ക്ലാസ്സിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. ടെക്കോ നിങ്ങളെല്ലാവരെയും പരിപാലിക്കും എന്നെല്ലാം പറയുമ്പോൾ ജെനി പെട്ടെന്ന് എഴുന്നേറ്റിട്ടാണ് ഒരു ഫോട്ടോ കാണിച്ചിട്ട് പറയും, ദേ ഇത് കണ്ടോ, ഇതെന്റെ ഭർത്താവാണ്, കാണാതായി. അദ്ദേഹം ഒരു റെയിൽ പാത നിർമ്മാണത്തിന് വേണ്ടി ഏർപ്പെട്ടതാണ്, അത് നിങ്ങൾക്ക് വേണ്ടി, പക്ഷെ ഇതുവരെയും കാണാനില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഇൻവെസ്റ്റർ പറയും, സോറി മാഡം, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ജെയിംസ് ആണ് അതെല്ലാം കൈകാര്യം ചെയ്തിരുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിയത്തില്ല എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് ഇവരെല്ലാവരും VIP ക്ലാസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവിടെ വന്നിട്ട് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതിനകത്തുള്ള ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവര് പെട്ടെന്ന് ടെക്കുവിന്റെ അടുത്തേക്ക് വന്നിട്ട്, ടെക്കുൻ ഇവിടെ എന്താ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊരു വലിയ കഥയാണ്, എല്ലാം ഞാൻ പിന്നെ പറഞ്ഞുതരാം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സാറ ടെക്കുവിനെ വിളിച്ച് അടുത്തുള്ള ആ ഒരു ഡോറിന്റെ വശത്തേക്ക് കൊണ്ടു നിർത്തിയിട്ടാണ്, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്താ സംഭവിച്ചത് എന്നോട് പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ അവൻ പറയും, ഇല്ല ഇതുവരെ എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും, ട്രെയിൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്, 2 തുരങ്കങ്ങൾ കഴിഞ്ഞപ്പോൾ 2 കാറുകൾ കാണാനില്ല, ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും തീരുമാനിച്ചേ പറ്റൂ. നിന്റെ ബോസിന്റെ വാക്കും കേട്ട് നീ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേസമയം ഈ ഒരു VIP ക്ലാസ്സിലുള്ള എല്ലാവരും ഇവരുടെ അടുത്തേക്ക് വന്നിട്ടാണ്, ഹേയ് ഇതെന്താ എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവന്നേക്കുന്നത്, എന്തൊരു സ്മെല്ലാണ് ഇവർ കയറിയതിനു ശേഷം, ഇവരിന്ന് ഇവിടെ നിർത്താൻ കഴിയത്തില്ല എന്നെല്ലാം പറയുമ്പോൾ ടെക്കൂൺ അവരെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കും. അതേസമയം മൂന്നാമത്തെ ആ ഒരു കാറുണ്ടല്ലോ, അതിൽ ആ ഒരു കിച്ചൺ ആയിട്ടുള്ള ആ ഒരു ഭാഗമുണ്ട്, അവിടെയുള്ള ആ ഒരു പെൺകുട്ടി പറയും, എനിക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്ന് പറയുമ്പോൾ, ഇല്ലില്ല നീ പേടിക്കൊന്നും വേണ്ട, അവിടെ നിന്ന് ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് അവളെ ആ ഒരു ഭാഗത്തേക്ക് തന്നെ പറഞ്ഞുവിടും. അങ്ങനെ കുറെ കഴിയുമ്പോൾ ഈ ഒരു ട്രെയിൻ വീണ്ടും അടുത്തൊരു തുരങ്കത്തിനകത്തേക്ക് കയറുന്നതും ഇപ്പൊ അതിനകത്തേക്ക് പോയ ആ ഒരു പെണ്ണിനെ കാണാനില്ല. അതുകൊണ്ട് ഇവിടെയുള്ള മറ്റൊരു പെണ്ണ്, അതേപോലെ തന്നെ ആ ഒരു ഇൻവെസ്റ്റർ, ഇവരെല്ലാവരും ആ ഒരു കാറിലേക്ക് കയറിയിട്ട് അവളെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. പക്ഷെ അവളെ ഇവിടെയും കാണുന്നില്ല. അങ്ങനെ ഇവരെല്ലാവരും അവിടെ ഒരുപാട് നേരിട്ട് നോക്കാണ്. അപ്പോഴേക്കും ആ ഒരു ഇൻവെസ്റ്റർ എല്ലാവരോടും പറയുന്നുണ്ട്, ആരും പേടിക്കണ്ട, എല്ലാവരും അവിടെ തന്നെ നിൽക്ക് എന്നെല്ലാം പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കാണിക്കുമ്പോൾ അവിടെ ഒരു പ്രേതം ഇങ്ങനെ ഇരിക്കുന്നു, തടിമാടനായിട്ടുള്ള. അത് കാണുന്നതും ഇവരെല്ലാവരും പേടിച്ചിട്ട്, സാർ ഇവിടെ എന്തായി നടക്കുന്നേ എന്നെല്ലാം പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാതെ പതിയെ നടന്നിങ്ങനെ വരികയാണ്. എന്നിട്ട് ഇതിനകത്ത് നിൽക്കുന്ന എല്ലാവരോടും പറയും, ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ നമ്മൾ 2ാമത്തെ കാറിലേക്ക് കയറണം എന്നും പറഞ്ഞ് എല്ലാവരും നടക്കുമ്പോൾ ഓഹോ ആർക്കും നടക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാവരും എന്തോ പിടിച്ചു വെച്ചതുപോലെ കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ എല്ലാവരുടെയും ചുറ്റിനായിട്ട് ഓരോ പ്രേതങ്ങൾ ഇങ്ങനെ വന്ന് നിൽക്കാണ്. അതുകൊണ്ട് ശബ്ദമില്ലാതെ മുന്നിലേക്ക് നടന്നു പോകാനായിട്ട് പറയുമ്പോൾ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് മുന്നിലേക്ക് ഇങ്ങനെ നടക്കുന്നു. ഓരോ പ്രേതങ്ങൾ അവരെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അതിലൊരു പെണ്ണാണെങ്കിൽ താഴെ കിടന്നിട്ട് ഇഴഞ്ഞിങ്ങനെ പോകുന്നു. ബാക്കി എല്ലാവരും പതിയെ ഇങ്ങനെ വരുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് നടന്നു വരുന്നതും ഒരു പ്രേതത്തിന്റെ തല പതിയെ താഴേക്ക് വരുമ്പോൾ ഇവള് പേടിച്ച് അവിടെയുള്ള ടേബിളിന് മുകളിലേക്ക് വീഴും. അപ്പോൾ എല്ലാ പ്രേതങ്ങളും കൂടി അവളെ ഇങ്ങനെ നോക്കി നിൽക്കാണ്. അവളാണെങ്കിൽ ഒരു കത്തി എടുത്ത് വെച്ചിട്ട് അടുത്തേക്ക് വന്നാല് നിങ്ങൾ എല്ലാവരും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ ആ തടിമാടനായിട്ടുള്ള പ്രേതം അവളെ നോക്കി ചിരിക്കുന്നതും അവൾ ആ ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട് സ്വയം ആ ഒരു കഴുത്തറുത്ത് അവള് മരിക്കുകയാണ്. അങ്ങനെ ഇത് കണ്ട് എല്ലാവരും പേടിക്കുമ്പോഴത്തേക്കും ആ ഒരു പ്രധാന പ്രേതം ഉണ്ടല്ലോ, അതിപ്പോ ഇവരുടെ മുന്നിലേക്ക് വന്ന് ആലറി വിളിച്ചിട്ട് ആ ഒരു ഇൻവെസ്റ്ററിനെ പിടിച്ച് അവന്റെ തല പിടിച്ചിട്ട് ആ ഒരു ഡോറിലേക്ക് ഒരു ഒറ്റയിടി കുറച്ച് കഴിഞ്ഞിട്ട് അവന്റെ തല അങ്ങ് പൊട്ടിത്തെറിച്ച് അവൻ മരിക്കുന്നു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എല്ലാവരെയും തല പൊട്ടിച്ചെറിയും, അതേപോലെ തന്നെ ശരീരം മൊത്തത്തിൽ പൊട്ടിച്ച് എല്ലാവരെയായിട്ട് ഇങ്ങനെ കൊല്ലുകയാണ്. അപ്പോഴേക്ക് ഈ ഒരു കാര്യം നമ്മുടെ സാറ് കണ്ടിട്ട് ടെക്കൂണിനെ വിളിച്ച് ഈ ഒരു ഡോർ തുറക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും ഇവർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡോർ തുറക്കാൻ കഴിയുന്നില്ല. അതിനു മുന്നേ തന്നെ ആ ഒരു തുറങ്ങാൻ കഴിഞ്ഞിങ്ങനെ പോകുന്നതും ആ ഒരു കാറും അതിനകത്തായി പോയി. അതേസമയം ഈ ഒരു VIP ക്ലാസ്സിലുള്ള എല്ലാവരും ഈ ഒരു കാര്യം കണ്ട് 3ാമത്തെ കാറും അപ്രത്യക്ഷമായി. ഇതെവിടെയാ പോയെന്ന് ചോദിക്കുമ്പോൾ ഇവർക്ക് ഇപ്പൊ എന്ത് പറയണമെന്ന് അറിയത്തില്ല ടെക്കൂണിനെ. അതേസമയം ഒരു ജെയിംസും പീറ്റർ അവിടേക്ക് വരുമ്പോൾ പീറ്റർ ജെയിംസിനോട് പറയുന്നുണ്ട്, സാർ അവരും പോയി എന്നിങ്ങനെ പറയുന്നതും ഇത് കേൾക്കുന്ന നമ്മുടെ ജെയിംസ് ഇപ്പോ ഒരു കാര്യം പറയുന്നുണ്ട്. വടുവൻ അവൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാല് നമ്മുടെ ജെനി, സാറ, ലിമി, ടെക്കൂൺ ഇവര് 4 പേരും ബാക്കിയുള്ള എല്ലാ കാറുകളും അപ്രത്യക്ഷമായിട്ടും ഇവർ 4 പേരും മാത്രം എങ്ങനെ ജീവിച്ചു? കാരണം ഇവരാണ് ഇതെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ഇവര് രക്ഷപ്പെട്ട് നമ്മളെല്ലാവരെയും കൊല്ലാൻ ശ്രമിക്കുന്നത്. ഇവർ ഇതിനകത്ത് എന്തൊക്കെയാ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ജെയിംസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇവരെല്ലാവരും മറ്റുള്ളവരെ കൊന്ന് എന്തൊക്കെയോ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നെല്ലാം പറഞ്ഞു വെക്കുമ്പോഴത്തേക്കും അതിൽ ആ ഒരു കാമുകനുണ്ടല്ലോ, അവൻ കുറെ പണമായിട്ടല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നത്. അവൻ പെട്ടെന്ന് ഒരു ബിയർ ബോട്ടിൽ എടുത്ത് പൊട്ടിച്ചിട്ട്, ഇല്ല എന്റെ പണം മോഷ്ടിക്കാനായിട്ട് ഞാൻ ആരെ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ സാർ പറയുന്നത്, നമുക്ക് ഈ ഒരു കാറിൽ ഒരിക്കലും നിൽക്കാൻ കഴിയത്തില്ല, അടുത്ത കാറിലേക്ക് മാറിയേ പറ്റൂ, കാരണം അടുത്ത തുരങ്കം ഉടനെ തന്നെ വരും, നമുക്ക് സേഫ് ആവണമെന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ജെയിംസ് എന്ന് പറയുന്നവൻ ഇപ്പോ ആ ഒരു ബിസിനസ് ക്ലാസ്സിലേക്ക് കയറിയിട്ടാണ് അവിടെയുള്ള എല്ലാവരോടും പറഞ്ഞത്, ആരും പേടിക്കണ്ട, അതിനകത്തൊരു മോഷണം അത്ര മാത്രമേ ഉള്ളൂ. അതേസമയം ഇവിടെ ടെക്കോണല്ലോ, അവൻ പെട്ടെന്ന് ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ബിയർ ബോട്ടിൽ അത് വാങ്ങാനായിട്ട് ശ്രമിച്ച് ഇവർ 2 പേരും കൂടി അതിനകത്ത് കിടന്ന് അടിയുണ്ടാക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ ഹീറോയിൻ അവനെ എന്തോ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ബിയർ ബോട്ടിലിന്റെ കുപ്പി താഴേക്ക് വീണിട്ട് ഇവനോടി നമ്മുടെ സാറെ അടിക്കാൻ വരുമ്പോൾ സാർ ആ ഒരു കുപ്പി എടുത്ത് കയ്യിൽ ഇങ്ങനെ പിടിച്ചേക്കും. പക്ഷെ ഇവൻ ഓടി വന്ന് കയറുമ്പോൾ ഇവന്റെ വയറ്റിലേക്ക് ആ ഒരു കുപ്പി തറച്ചു കയറി ഇവൻ താഴേക്ക് ഒന്ന്
വീഴാണ്. അപ്പോഴേക്കും ആ ഒരു കാമുകി വന്ന് അവനെ പിടിച്ച് കരയുന്ന സമയത്താണ് ഇവർ നാലുപേരും നമുക്ക് അടുത്ത കാറിലേക്ക് പോവാന്ന് പറഞ്ഞ് അതിന്റെ ഡോറും തുറന്ന് ആ ഒരു കാറിലേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ബിസിനസ്മാനും ബാക്കിയുള്ള എല്ലാവരും ഇതിനകത്ത് നിൽക്കില്ലേ, അവരത് തുറക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ടെക്കൂൺ ഈ ഗ്ലാസ് പൊടിക്കുന്ന ഒരു ഉപകരണമുണ്ട്, അത് ഉപയോഗിച്ച് ഈ ഒരു ഗ്ലാസ് തകർത്തിട്ട് ഇവരകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പീറ്റർ ജെയിംസിനോട് പറയും, സാർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് റിസോർട്ടിൽ എത്താനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതിങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മുടെ ടെക്കൂന്റെ ഒക്കെ അടുത്തേക്ക് ബാക്കിയുള്ള ആ ഒരു ആളുകളുണ്ടല്ലോ അവിടെ വന്നിട്ട് നിങ്ങൾ എവിടേക്കാ പോകുന്നത് ചോദിക്കുന്നതും ഇവർ പറയും, നിങ്ങൾ എല്ലാവരും ഞങ്ങൾ പറയുന്നത് കേൾക്ക്, ഇപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത ഈ ഒരു കാറിലേക്ക് നമ്മൾ കയറിയേ പറ്റൂ. അതുപോലെ അടുത്ത ടണൽ എത്താറായെന്ന് പറയുന്നതും അതിന് മുന്നേ തന്നെ ആ ഒരു ടണലിലേക്ക് കയറുമ്പോൾ ആ മരിച്ചുപോയ അവന്റെ കാമുകയുണ്ടല്ലോ അവള് പെട്ടെന്ന് പറയും അവരെ എല്ലാവരെയും കൊല്ലാനായിട്ട്. അപ്പോഴേക്കും ഇവന്മാരെല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ടെക്കൂണിനെ നല്ലതുപോലെ ഇടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇടിച്ചിടിച്ച് അവനെ താഴെ കിട്ടിട്ട് അവന്റെ മുകളിൽ കയറി ഇരുന്ന് ഇടിക്കാനായിട്ട് വരുന്നതും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോ അത് ആ ഒരു ഗോസ്റ്റ് ആണ്. പെട്ടെന്ന് ഈ ഒരു കാറിനകത്തേക്ക് വന്നിട്ട് അവിടെയുള്ള ഓരോരുത്തരെയായിട്ട് പിടിച്ച് തലയെല്ലാം പൊട്ടിച്ച്, അത് സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വലിയവരെന്നോ ഒന്നുമില്ല, എല്ലാവരെയും പല രീതിയിലായിട്ട് ഇങ്ങനെ കൊല്ലാണ്. എല്ലാവരുടെയും ശരീരം പൊട്ടിത്തെറിച്ച് ആ ഒരു കാർ മുഴുവനായിട്ട് രക്തം കൊണ്ട് നിറഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഇവർക്ക് നാലുപേർക്ക് ഇപ്പോ അടുത്ത ആ ഒരു കാറിലേക്ക് കയറാൻ കഴിയുന്നില്ല. അവർ ഇങ്ങനെ ബഹളം വെക്കുമ്പോഴത്തേക്കും നമ്മുടെ പീറ്റർ വന്ന് ഡോർ തുറന്നു കൊടുക്കുന്നു. ഇവരെല്ലാവരും ആ ഒരു കാറിനകത്തേക്ക് കയറും. കാണിക്കുമ്പോൾ അവസാനമായിട്ട് ഒരു പെണ്ണ് മാത്രം ഉണ്ടായിരുന്നു. അവൾ വന്ന് രക്ഷിക്കാനായിട്ട് നിലവിളിച്ച് ഇങ്ങനെ കരയുമ്പോൾ അതിനു മുന്നേ തന്നെ ഈ ഒരു ട്രെയിൻ ഈ ഒരു തുരങ്കം കഴിഞ്ഞ് പോകുന്നത് കൊണ്ട് ആ ഒരു മൂന്നാമത്തെ കാറും ഇപ്പൊ അതിനകത്തായി. അങ്ങനെ ഇതിനകത്തേക്ക് വന്ന് ഇവർക്ക് ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. നമ്മുടെ സാറയാണെങ്കിലും ഒരാളെ കൊന്നു പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുന്നു. അപ്പൊ ഇവരെല്ലാവരും ജെയിംസിനോട് പറയും, സാർ ഇനിയിപ്പോ ട്രെയിൻ ഓടിക്കേണ്ട, കാരണം അടുത്തൊരു തുരങ്കം കൂടി ഉണ്ട്, അതിനകത്തേക്ക് കയറി കഴിഞ്ഞാലേ നമ്മൾ കൂടി മരിക്കും, അതുകൊണ്ട് ട്രെയിൻ ഇവിടെ നിർത്താൻ പറയുമ്പോൾ ജെയിംസ് പറയും, ഓക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എന്തായാലും അത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ലോക്കോ പൈലറ്റുള്ള ആ ഒരു ഭാഗത്തേക്ക് കയറി ഡോറങ്ങ് ലോക്ക് ചെയ്തിട്ടാണ് ആ ഒരു പൈലറ്റിനോട് പറയുന്നത് എത്രയും പെട്ടെന്ന് ട്രെയിനിന്റെ വേഗത കൂട്ട്. അപ്പൊ അയാൾ പറയും, സാർ എന്താ അങ്ങനെ പറയുന്നത്, ഞാനാണിപ്പോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്നത് തന്നെ കേൾക്ക്. ട്രെയിനിന്റെ വേഗത കൂട്ടാനായിട്ട് പറയുന്നതും അവനിപ്പോ വേഗത കൂട്ടുകയാണ്. ഇവരെല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കാണ് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ട്രെയിനിന്റെ വേഗത കൂടുമ്പോഴത്തേക്കാണ് നമ്മുടെ പീറ്റർ ഓടി വന്ന് ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല. അങ്ങനെ ഒന്നാമത്തെ ഡോർ തുറന്നിട്ട് അത് കഴിഞ്ഞ് അടുത്തൊരു ഡോർ തുറക്കാനായിട്ട് ആ ഒരു ലോക്കോ പൈലറ്റ് ഉണ്ടല്ലോ ആ ഒരു ഡോർ തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ജെയിംസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും പീറ്റർ പറയും, ഞാനാണ് ഇതിന്റെ ചുമതലക്കാരൻ, അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമേ ഇതിനകത്ത് നടക്കത്തുള്ളൂ, നീയൊക്കെ എന്ത് ബിസിനസ്സുകാരനായാലും ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് ആ ഒരു ലോക്കോ പൈലറ്റിനോട് പറയുമ്പോൾ അയാള് ആ ഒരു ഡോറും തുറന്നു നടക്കുന്നു. എന്നിട്ട് അടുത്തേക്ക് വന്നിട്ട് ഇനി ഈ ഒരു ട്രെയിൻ എന്തായാലും ഇവിടെ വെച്ച് നിർത്താൻ പോവാണ് എന്നും പറഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് വരുന്നതും ജെയിംസ് അതിന് സമ്മതിക്കുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ടെക്കൂൺ ഉണ്ടല്ലോ അവനോടി വന്നിട്ട് ഇത് നിർത്താനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കാണ് ജെയിംസ് പെട്ടെന്ന് ഈ ഡോർ തുറന്ന് അവനെ ചവിട്ടി അങ്ങ് പുറത്തേക്ക് കളയും. പാവം അവൻ തെറിച്ചു വന്നൊരു പോസ്റ്റിലടിച്ച് അവന്റെ തല തെറിച്ചു പോയി. അവൻ അവിടെ വെച്ച് തന്നെ മരിക്കാണ്. ആ ഒരു സമയത്ത് ഈ ഒരു ലോക്കോ പൈലറ്റ് വന്ന് പെട്ടെന്ന് ഇതിന്റെ ബ്രേക്ക് അങ്ങ് പിടിക്കുമ്പോഴത്തേക്കും ഇതിന്റെ നിയന്ത്രണം വിട്ട് ഈ ഒരു പാളത്തിൽ നിന്ന് തെന്നി മാറി. അത് കുറെ ദൂരെ ഇങ്ങനെ ഉരഞ്ഞുരഞ്ഞ് നേരെ അടുത്ത ആ ഒരു തുരങ്കത്തിന്റെ മുന്നിലായിട്ട് വന്നിങ്ങനെ നിൽക്കാണ്. അപ്പൊ എന്തായാലും ആ ഒരു തുരങ്കത്തിനകത്ത് കയറിയില്ല. പക്ഷെ വെളിയിൽ കാണിക്കുമ്പോൾ ഇപ്പൊ നല്ലതുപോലെ വൈകുന്നേരം ആയിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇരുട്ടും. അപ്പോഴേക്കാണ് ഇവരെല്ലാവരും കൂടി ജെയിംസിനെ അവിടെ കെട്ടിയിട്ടാണ് പറയുന്നത്, ടെക്കൂൺ അവന്റെ മരണത്തിന് കാരണക്കാരൻ നീയാണ് ഇതിനെല്ലാം കാരണം. അപ്പൊ ജെയിംസ് പറയും, ഇല്ല ഞാൻ എത്രയും പെട്ടെന്ന് റിസോർട്ടിൽ എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്, അല്ലാതെ വേറൊന്നും ചെയ്തില്ല എന്ന് പറയുമ്പോൾ നിനക്കറിയത്തില്ലേ ഓരോ തുരങ്കം കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത്, എന്നിട്ടാണോ അടുത്തൊരു തുരങ്കം അതിനകത്തേക്ക് കയറാണ് നീ ശ്രമിച്ചത്. ഓക്കെ ഇനി എന്ത് ചെയ്യാൻ ആലോചിച്ച് നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ലിമി പറയുന്നത്, ഈ ഒരു തുരങ്കത്തിൽ നിന്നും കുറച്ചുകൂടി മാത്രമേ ഉള്ളൂ റിസോർട്ടിലേക്ക് എത്താനായിട്ട്, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് നടന്നു പോവാം, അതായിരിക്കും നല്ലത്. അപ്പോഴേക്കാണ് നമ്മുടെ ജെനി ജെയിംസിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, ദേ ഇതെന്റെ ഭർത്താവാണ്, ഈ ഒരു റെയിൽപാത നിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നത്, പക്ഷേ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല. അതുപോലെ ഇവിടെ നടന്ന പല കാര്യങ്ങളെ പറ്റിയും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഒരു റെയിൽപാത നിർമ്മിക്കാനുള്ള കരാറ് അത് നിങ്ങൾ മറ്റാർക്കോ ഏൽപ്പിച്ചു, അതിലെന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കാണ് അയാൾ പറയുന്നത്, ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും. അപ്പോഴേക്കാണ് നമ്മുടെ പീറ്റർ ഇവരോട് പറയുന്നത്, അതെ അന്നൊരു സംഭവം നടന്നിരുന്നു, ഒരാൾ വന്നിട്ട് ഇതിനെല്ലാം അനന്തര ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോൾ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് സീനിൽ കാണുമല്ലോ ഒരാൾ വന്നിട്ട് ഇവരോട് സംസാരിക്കുമ്പോൾ അയാളെ പുറത്തേക്ക് ആക്കുന്നത്. സത്യത്തിൽ അയാൾ പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് വെച്ചാല് ഈ ഒരു കാട് ഒരിക്കലും നശിപ്പിക്കരുത്, ഈ കാടിനകത്ത് ഒരുപാട് ആത്മാക്കളുണ്ട്, അതുപോലെ ഈ കാട് ഭരിക്കുന്ന ദൈവങ്ങളുണ്ട്, അവർക്കെല്ലാവർക്കും ഇതൊരിക്കലും ഇഷ്ടപ്പെടുത്തില്ല എന്നെല്ലാം പറയുമ്പോൾ അന്ധവിശ്വാസമായതുകൊണ്ട് ഇവരാരും അത് വിശ്വസിക്കത്തില്ല. അപ്പൊ അയാൾ പറയും, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഈ കാടിനകത്ത് മരങ്ങളോ ചെടികളോ അത് മാത്രമല്ല മനുഷ്യരും ജീവിക്കുന്നുണ്ട്, അവരെല്ലാവരും പിന്നീട് എവിടെ പോയി ജീവിക്കും, ഇതിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വഴി കാട്ടിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ആ ജെയിംസ് എന്ന് പറഞ്ഞ അയാൾ പറയും, എന്ത് ഈ കാടിനകത്തോടെ ഇത് പോകുന്നത് നല്ലതാണ്, നമ്മൾ ചെയ്യേണ്ടത് ഓരോ മരങ്ങളായിട്ട് ഇതിനു വേണ്ടിയുള്ള വഴി വെട്ടി തെളിക്കുക എന്നുള്ളത് മാത്രം, വേറെ ആര് വന്നാലും ഇതെന്റെ സ്ഥലം, അതുകൊണ്ട് ഞാൻ തീരുമാനിക്കുന്നത് പോലെ എല്ലാം നടക്കും എന്നും പറഞ്ഞ് അവൻ ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, ആ ഒരു കാടിരിക്കുന്ന ഒരുപാട് ഭാഗവും തീയിട്ടങ്ങ് നശിപ്പിക്കും. അതിലൂടെയാണ് ഈ ഒരു കാട് ഭരിക്കുന്ന ദൈവങ്ങളും അതേപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് മനുഷ്യരും മരണപ്പെടുന്നത്. അപ്പൊ അവരുടെ എല്ലാം പ്രതികാരമാണ് ഇപ്പോ ഇതിനകത്തുള്ള ഓരോ മനുഷ്യരായിട്ട് അവർ കൊല്ലുന്നത്.
അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇവരെല്ലാവരും ഇപ്പോ ജെയിംസിനെ ആ ഒരു ട്രെയിനകത്ത് തന്നെ കെട്ടിയിട്ടിട്ട് ഇവരെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങും. അതുപോലെ ഇപ്പൊ നല്ലതുപോലെ തന്നെ ഇരുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും ആ ഒരു റിസോർട്ടിലേക്ക് എത്തണം എന്നും പറഞ്ഞിട്ട് എല്ലാവരും അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ കാടിന്റെ പല ഭാഗത്തു നിന്നും ഇതിലുള്ള ഓരോരുത്തരായിട്ട് വലിച്ചെടുത്ത് ഉള്ളിങ്ങനെ കൊണ്ടുപോവാണ്. എന്താണ് സംഭവിക്കുന്നത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എല്ലാവരും ചുറ്റിനും നോക്കി നിൽക്കുന്നതും കാണിക്കുമ്പോ ആ ഒരു ഗോസ്റ്റ് ഉണ്ടല്ലോ അതിപ്പോ ആ ഒരു തുരങ്കത്തിനകത്ത് നിന്നും വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് സത്യത്തിലെ ഈ ഒരു പ്രേതങ്ങൾ തുരങ്കത്തിനകത്തല്ല ഉള്ളത്, ഇരുട്ടാവാൻ വേണ്ടി അതെല്ലാം കാത്തിരിക്കുമായിരുന്നു. ഇപ്പോ മൊത്തത്തിൽ ഇരുട്ടായതുകൊണ്ട് ആ പ്രേതങ്ങളെല്ലാം വെളിയിലേക്ക് ഇറങ്ങി. ഇത് കാണുന്നതും എല്ലാവരും ഇപ്പോ പല വഴിക്കായിട്ട് ഓടാൻ തുടങ്ങും. നമ്മുടെ സാറ, ലിമി, ജെനി ഇവര് മൂന്നുപേരും ഒരുമിച്ച് മറ്റൊരു വഴിക്ക് ഇങ്ങനെ ഓടുകയാണ്. അതേസമയം ഈ ഒരു കാറിനകത്ത് ജെയിംസ് എന്ന് പറഞ്ഞ അവൻ മാത്രമല്ലേ ഉള്ളൂ. പെട്ടെന്ന് അതിനകത്തുള്ള ഒരു സ്ത്രീ അവരുടെ ദേഹത്തേക്ക് പ്രേതം കയറിയിട്ട് ജെയിംസിനോട് ഇപ്പൊ സംസാരിക്കുകയാണ്. എന്തിനാണ് ഞങ്ങളുടെ കാട് നീ നശിപ്പിച്ചത്? നിന്നെ പോലെയുള്ള മനുഷ്യര് സ്വാർത്ഥതയ്ക്ക് വേണ്ടി പണത്തിന് വേണ്ടി ഈ ഒരു കാടും എല്ലാം നശിപ്പിക്കുന്നു. നിന്നെ പോലെയുള്ള മനുഷ്യരെ ഭൂമിയിലേക്ക് ദൈവം എന്തിനാണ് അയച്ചത് എന്നെല്ലാം ചോദിച്ച് പതിയെ പതിയെ അവൻ ചെയ്ത തെറ്റുകൾ ഓരോന്നായിട്ട് പറഞ്ഞ് അവന്റെ അടുത്തേക്ക് വന്ന് അവനെയും ആ ഒരു പ്രേതം അങ്ങ് കൊല്ലുകയാണ്. അതേസമയം കാടിനകത്ത് കാണിക്കുമ്പോൾ ഇവരെല്ലാവരും പല വഴിക്ക് ഇങ്ങനെ പോയല്ലേ. പീറ്റർ എന്ന് പറഞ്ഞ അയാളും പേടിച്ചു പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും അവരടുത്ത് ഒരു പ്രേതം അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട അയാൾ കണ്ണടച്ച് മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ അവിടെയും നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത വശത്തേക്ക് പോകുമ്പോഴത്തേക്കും അവിടെയും നിൽക്കുന്നു. അയാൾക്ക് എന്തായാലും വേറെ എങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. അയാളെ ആ ഒരു പ്രേതങ്ങളെല്ലാം അവിടെ വെച്ച് കൊല്ലും. അത് കഴിഞ്ഞ് ഇവര് മൂന്നുപേരും ജെനി, സാറ, ലിമി ഇവര് മൂന്നുപേരും നടന്നു പോകുമ്പോഴത്തേക്കും ജെനി പറയും, ഇല്ല ഞാൻ എന്തായാലും നിങ്ങളോടൊപ്പം വരുന്നില്ല. എന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ ഒരു കാട്ടിൽ തന്നെ ഉണ്ടാവും. അതുമല്ല നമ്മുടെ കൂടെ വന്ന മറ്റൊരു പെണ്ണിനെ കാണാനില്ല, അവളെ ഞാൻ രക്ഷിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ജെനി മറ്റൊരു വഴിക്ക് പോകുന്നു. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ നിന്നും വേറൊരു വഴിയെ ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കാണ് കുറച്ച് ദൂരെയായിട്ട് ആ ഒരു ഗോസ്റ്റിനെ ഇവർ കാണുന്നതും പെട്ടെന്ന് ഒരു മരത്തിനടുത്തായിട്ട് വന്ന് ഇങ്ങനെ ഒളിച്ചു നിൽക്കാണ്. അങ്ങനെ രണ്ടുപേരും പേടിച്ചിങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് തിരിയുന്നതും അവരുടെ അടുത്ത് ആ ഒരു ഗോസ്റ്റ് വന്നിങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇവിടെ നിന്നും ഇപ്പൊ അവസാനമായിട്ട് രക്ഷപ്പെട്ടല്ലോ. അവരെ എല്ലാവരെയും ഈ ഒരു പ്രേതം പിടിച്ച് ഓരോരുത്തരെയായിട്ടും ആ ഒരു ട്രാക്കിന് നടുവിലായിട്ട് ഒരു മരമാക്കി മാറ്റുകയാണ്. ജെനി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണ്, പീറ്റർ, ജെയിംസ് ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് മരങ്ങളാക്കി മാറ്റി. അത് കഴിഞ്ഞ് നമ്മുടെ സാറേനെ മരമാക്കി മാറ്റുന്നു. അതേപോലെ തന്നെ ലിമിയെയും. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് സാറയുടെ ദേഹത്ത് നിന്നും ആ ഒരു വേരുകളെല്ലാം ഇറങ്ങി പോവാണ്. കാണിക്കുമ്പോൾ മുന്നിൽ ലിമി എന്നിട്ട് ഇല്ല എനിക്കിങ്ങനെ മരിക്കാൻ താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞ് അവള് കരയുമ്പോ സാറ് ഓടി അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേ ലിമി പറയും എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ല എന്നെല്ലാം പറയുന്ന സമയത്ത് നമ്മുടെ സാറയ്ക്കും അനങ്ങാൻ കഴിയത്തില്ല. അപ്പോഴേക്കാണ് പെട്ടെന്ന് കാണിക്കുമ്പോൾ ലിമി ഒരു മരമായിട്ട് അങ്ങ് മാറുന്നു. ആ സമയത്ത് നമ്മുടെ സാറയുടെ ദേഹത്ത് നിന്ന് ആ ഒരു വേരുകളെല്ലാം പോകുമ്പോഴത്തേക്കും അവൾ ഓടി അടുത്തേക്ക് വരുമ്പോ അതിനു മുന്നേ തന്നെ അവളൊരു മരമായിട്ട് മാറി. അപ്പോ സാറ പറയുന്നുണ്ട് പ്ലീസ് അവളല്ല എന്നെ എടുക്ക്, എന്നിട്ട് അവളെ വെറുതെ വിടാൻ പറയുമ്പോ അതൊന്നും ആ ഒരു ഗോസ്റ്റുകൾ കേൾക്കത്തില്ല. അപ്പോഴേക്കും ആ ഒരു ഗോസ്റ്റ് മുന്നിലേക്ക് വന്ന് അവളെ ഒന്നും ചെയ്യുന്നില്ല, എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കാണ് സാറ പറയുന്നത് ഞാനാണ് എന്റെ സഹോദരിയല്ല അവളെ വെറുതെ വിടാൻ പറയുമ്പോ അത് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് മാഞ്ഞങ്ങ് പോവാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു സ്ഥലം മുഴുവനായിട്ടും വീണ്ടും പഴയതുപോലെ തന്നെ കാടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അടുത്തത് നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ അവളിപ്പോ മുട്ടയെല്ലാം അടിച്ച് ആ ഒരു അസുഖം കാരണം മുട്ടയെല്ലാം അടിച്ചിട്ട് നിൽക്കാണ്. അതുമല്ല അന്ന് ഈ ഒരു കാടിനെ സംരക്ഷിക്കുന്ന ആ ഒരാള് അയാളോടൊപ്പം സാറേ ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട് ഇപ്പൊ ഇവിടെ നടന്ന ഈ ഒരു വലിയ മരണം അത് ഇവനെ പോലെയുള്ള ആളുകൾ ഇനിയും ഒരിക്കലും ഇവിടേക്ക് വരത്തില്ല, അതിനുള്ളൊരു സൂചനയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാടിനെ സംരക്ഷിക്കുന്ന ഈ ഒരു ഗോസ്റ്റുകൾ അങ്ങനെ ചെയ്തത്. അപ്പോ സാർ ചോദിക്കും പിന്നെ എന്നെ എന്തിനാ വെറുതെ വിട്ടതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെയൊന്നും ഒരു മണ്ണായിട്ടും അതിന് ആവശ്യമില്ല. കാരണം നമ്മുടെ സാറ് ഉടനെ തന്നെ മരിക്കാൻ പോവാണ്, അവളെ കൊണ്ട് ഒരു ആവശ്യവും ആ ഒരു ഗോസ്റ്റിനില്ല. അതുകൊണ്ടാണ് ആ ഒരു ഗോസ്റ്റ് അവളെ മാത്രം വെറുതെ വിട്ടത്. അങ്ങനെ സംസാരിച്ച് വന്നിട്ടാണ് സാറ നേരെ ലിമിയുടെ അടുത്തേക്ക് വന്നിട്ട് ലിമി ഇപ്പൊ ഒരു മരമായിട്ട് നിൽക്കാണല്ലോ, അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. എനിക്കിപ്പോ കുഴപ്പമില്ല, എന്നിരുന്നാലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്നെ കൊണ്ട് കഴിയും. കാരണം നീ അന്ന് പറഞ്ഞ കാര്യങ്ങൾ എനിക്കറിയാം, അതെല്ലാം ഞാൻ ഇപ്പോഴും മനസ്സിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും സുഖമാവും. പക്ഷെ നീ അതെല്ലാം കാണാനായിട്ട് എന്റെ അടുത്തില്ല, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക് എന്നും പറഞ്ഞ് സാറ നല്ലതുപോലെ കരയുന്നുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സാറ അവിടെ നിന്ന് ആലോചിച്ച് നോക്കി നല്ലതുപോലെ ഇങ്ങനെ കരയാണ്. അതേസമയം കാണിക്കുമ്പോൾ ലിമി ആ ഒരു മരം ഉണ്ടല്ലോ അതിൽ നിന്നുള്ള പൂക്കളെല്ലാം പെട്ടെന്ന് ഇങ്ങനെ വിരിയുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവി എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരേക്കും ബൈ.